ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യെസ് ഗൈസ്, മാർക്ക് റീഡിംഗ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഗ്രേഡ് ആണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കിംഗ് ഇത്തിരി ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രേഡ് ആണ് അനൗൺസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഗൈസ്, ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഞാൻ എക്സ്പെക്ട് ചെയ്ത മാർക്കേ അല്ല കിട്ടിയത്. ഞാൻ വിചാരിച്ചത് ഇത്തിരി കൂടി അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയ മാർക്സ് എന്ന് പറയുന്നത് ഭയങ്കര ബിലോ അല്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വിചാരിച്ച മാർക്ക് കിട്ടാതെ എന്താ പറയാ, അതിനേക്കാളും താഴെയുള്ള മാർക്ക് കിട്ടുമ്പോൾ ഒരു രീതി എങ്ങനെ ഇരിക്കും, അതുപോലെയായിരുന്നു എനിക്ക് ഈ പ്രാവശ്യത്തെ എക്സാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സാം ആയിരുന്നു ഇത്. അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോവാം. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കെമിസ്ട്രി ഫിസിക്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെമിസ്ട്രി ഭയങ്കര ടഫും ഫിസിക്സ് ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷെ ഞാൻ അതിപ്പോ തിരിച്ചു പറയാണ്, കാര്യം വേറൊന്നുമല്ല, മാർക്ക് കിട്ടിയപ്പോൾ ഞാൻ അത്രക്ക് വറീഡ് ആയിട്ടുണ്ടായിരുന്നു. അത്രക്ക് എന്താ പറയാ, എങ്ങനെ ഇങ്ങനെ വന്നൂന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞ പോലെ തന്നെ കെമിസ്ട്രി ഭയങ്കര ഈസിയും ഫിസിക്സും ഭയങ്കര ടഫും ആയിരുന്നു. എനിക്ക് ആൻസർ ഷീറ്റ് വന്നപ്പോ അതിലുള്ള മാർക്ക് കണ്ടപ്പോ. അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു റിയലിട്ടോ. പക്ഷെ ആ ഒരു വിഷമമൊക്കെ ഞാൻ മാറ്റി വെച്ചു. ഈ ഒരു എക്സാമിന് നല്ല ഹൈ ലെവലോടെ പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് കാട്ടണം എന്ന് എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് ഒന്നും വിഷമിക്കണ്ട. ആ ഒരു ടൈമിൽ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും, നമ്മൾ കരയിലുണ്ടാവും. പക്ഷെ ആ ഒരു കരച്ചിലിന് നമ്മൾ തിരിച്ചെടുക്കണം. എന്ന് വെച്ചാല് തിരിച്ച് ഹാപ്പിനെസ് ആക്കണം. ആ ഹാപ്പിനെസ് എങ്ങനെ ആക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിനേക്കാളും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാം. അല്ലാതെ വേറെ ഒരു വഴിയില്ല. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഇപ്പൊ പഠിച്ചത് ഒട്ടും പോരാ. ഇനി അടുത്ത എക്സാമിനോട്ട് വേണ്ടിയിട്ട് ഇതിനേക്കാളും അടിപൊളിയായിട്ടൊന്ന് പഠിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഒരു കരുടി പറയാൻ വിട്ടോ, ഞാൻ ട്യൂഷൻ ചേർന്നിട്ടുണ്ട്. കാര്യം വേറൊന്നുമല്ല, 10ാം ക്ലാസ്സിലെ ക്രാഷ് കോഴ്സ് ഈ വെക്കേഷനിൽ തുടങ്ങാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യണമല്ലോ നമുക്ക് SSLCക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനുള്ള പ്രിപ്പറേഷൻ ആയിട്ട് ഇപ്പൊ തന്നെ ട്യൂഷൻ ചേർന്നാണ്. ഞാൻ പോയി അമ്മനോട് പറഞ്ഞാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചേർത്താണ്, ന്യൂട്ടൻസിലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ന്യൂട്ടൻസ്, വിന്നേഴ്സ്, അതുപോലത്തെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ. അപ്പം അതിന് ഞാൻ ന്യൂട്ടൻസ് പറഞ്ഞിട്ടുള്ള ട്യൂഷൻ സെന്ററിലാണ് ചേർന്നിട്ടുള്ളത്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെറ്റീരിയലൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു, അത് നോക്കിയാണ് ഞാൻ ഇപ്പൊ പഠിക്കുന്നത്. എന്തായാലും നിങ്ങൾ ട്യൂഷൻ സെന്ററിലൊക്കെ ചേർന്നുണ്ടോ ഇല്ലയോന്നൊക്കെ കമന്റ് ചെയ്യാം. അപ്പം ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളോട്ട് കിടക്കാം. വേറെ നല്ല മാർക്ക് റിവ്യൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഞാൻ പറയട്ടെ, ഇത് നല്ല മാർക്കല്ല. ഞാൻ സത്യം പറയാലോ, നല്ല മാർക്ക് എന്ന് വെച്ചാല് നമ്മൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല മാർക്കായിരിക്കാം, പക്ഷെ എന്റെ ഒരു എക്സ്പെക്ടേഷനിലുള്ള മാർക്ക് അല്ല ഇത്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ പറയാൻ വേണ്ടിട്ട് പോവാണ്. ഫസ്റ്റ് എന്താ പറയുന്നത്, മാത്സിന്റെ ആണ്. മാത്സിൽ എനിക്ക് ഗ്രേഡ് ഉള്ളത് C ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മാത്സ് എനിക്ക് എല്ലാപ്പോഴും ടഫാണ്. അപ്പം മെയിനായിട്ട് ഞാൻ ട്യൂഷൻ ചേരാൻ വേറൊരു കാരണം എന്ന് പറയുന്നത് മാത്സും ഫിസിക്സും ആണ്. ഈ രണ്ട് സബ്ജക്റ്റിനും എനിക്ക് എല്ലാപ്പോഴും മാർക്ക് പറയാറുണ്ട്. നല്ല കുറവ് ആണ് കേട്ടോ, അത്യാവശ്യം എനിക്ക് നല്ല കുറവ് ആവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ശരിക്കും വേറൊരു റീസൺ ഈ ഒരു ട്യൂഷന് ചേരാനുള്ളത്. അപ്പൊ മാത്സും ഫിസിക്സും എനിക്ക് നല്ല ടഫായിരുന്നു കേട്ടോ. അപ്പൊ അതില് മാത്സിന് ഇപ്പൊ എനിക്ക് C ഗ്രേഡ് ആണ് ഉള്ളത്. ഇനിയുള്ളത് ഇംഗ്ലീഷിന്റെ കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടിട്ട് പോണത്. ഇംഗ്ലീഷിന് എനിക്ക് എത്രയാണ് ഗ്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാല്, യെസ് ഓക്കെ യെസ്, അപ്പൊ ഇംഗ്ലീഷിന് എനിക്ക് ഗ്രേഡ് B ആണ്. അപ്പം B കാര്യം എന്താ പറയാ, ഇംഗ്ലീഷിന് എനിക്ക് ബാക്കി എല്ലാത്തിനും മാർക്ക് ഉണ്ട്. പക്ഷെ ഏറ്റവും മാർക്ക് കുറവുള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇംഗ്ലീഷിൽ ഗ്രാമറാണ്. ഗ്രാമർ കാരണമാണ് ഇംഗ്ലീഷിൽ പോണത്. അല്ലെങ്കിൽ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു 80, ഒരു 74, 70 മേലെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഗ്രാമർ എന്നുള്ള ടോപ്പിക്ക് വന്നോടെ ഇംഗ്ലീഷ് ഭയങ്കര ബോറായിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് എനിക്ക് B ആയത് അങ്ങനെയാണ് ഗൈസ്. പിന്നെ ഹിന്ദിക്ക് എനിക്ക് A ആണ്. എന്ന് വെച്ചാല് നല്ല മാർക്ക് തന്നെ കിട്ടും കേട്ടോ. A+ എന്ന് ഞങ്ങൾ ഇവിടെ അങ്ങനെ പറയാറില്ല. അപ്പൊ അതുകൊണ്ടാണ് A എന്ന് പറയുന്നത്. A എന്ന് വെച്ചാല് ടോപ്പ് ഗ്രേഡ് ആണല്ലോ. അപ്പൊ അത് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. A ആണ് എനിക്ക് ഹിന്ദിക്ക് ഉണ്ടായിരുന്നത്. ഹിന്ദി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും സബ്ജക്റ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സബ്ജക്ട് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഹിന്ദിക്ക് നല്ല മാർക്കിന് സ്കോർ ചെയ്യാൻ പറ്റി. സോ A ഗ്രേഡ് ആണ്. പിന്നെ കെമിസ്ട്രിക്ക് B ഗ്രേഡ് ആണ്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, കെമിസ്ട്രി ഫിസിക്സും ഒന്ന് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം കെമിസ്ട്രിക്ക് എനിക്ക് B ഗ്രേഡ് കിട്ടി.
ഞാൻ ശരിക്കും ഫിസിക്സിനാണ് ആ ഒരു മാർക്ക് എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ കെമിസ്ട്രിക്കായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ആയി പോയിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത എക്സാം ഉണ്ടല്ലോ. അപ്പം കെമിസ്ട്രിക്ക് ബി ഗ്രേഡ് ആണ്. പിന്നെ മലയാളം ഫസ്റ്റിന് എ ഗ്രേഡ് ആണ് കേട്ടോ. മലയാളം ഫസ്റ്റ് ഒക്കെ എളുപ്പമാണ്, നമ്മൾ പഠിക്കാതെ പോയി എഴുതിയാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു എക്സാം എഴുതിയപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി ടഫാണ്. ടഫ് കാരണം എന്താണെന്നറിയോ ഞാൻ പറഞ്ഞത്, മലയാളം ഫസ്റ്റ്, സംസ്കൃതം അറബിയൊക്കെ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. പക്ഷെ മലയാളം ഫസ്റ്റ് എന്ന് പറയുന്നത് ചാപ്റ്റർ നന്നായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് എഴുതാനായിട്ട് ആശയം വേണം. ആശയം മീൻസ് മനസ്സിലായോ? ഈ മലയാളം ടീച്ചേഴ്സൊക്കെ വായിക്കുന്നത് പോലും വായിക്കുന്നതും എഴുതുന്നതൊക്കെ ഒരു ആശയത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കവയത്രി, കവികള് അതൊക്കെ അവരൊക്കെ എഴുതുന്നത് നല്ലൊരു ആശയത്തിലാണ്. അതുപോലെ നമുക്ക് എഴുതാൻ പറ്റണം. അങ്ങനെ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 40 തന്നെ മേടിക്കാൻ പറ്റും. സോ മലയാളം ഫസ്റ്റിന് എ ആണ്. പിന്നെ മലയാളം സെക്കൻഡിനും എ ആണ് കേട്ടോ. കാര്യം എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഇത് തന്നെ ഏകദേശം ഉള്ളൂ. ശരിക്കും മലയാളം സെക്കൻഡ് ഒക്കെ ഏകദേശം എനിക്ക് 2 സെയിം ആയിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആശയം എഴുതാൻ എനിക്ക് ഇത്തിരി ഡൗട്ട് ഉണ്ട്. അപ്പൊ ഇത്തിരി മാർക്ക് കുറഞ്ഞു പോയതായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഫിസിക്സിന്റെ മാർക്കാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഫിസിക്സിന് ഞാൻ പറഞ്ഞല്ലോ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കല്ല വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിസിക്സ് എനിക്ക് ഉണ്ടായിരുന്നത് B+ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. കാര്യം നമ്മള് എന്താ പറയാ, ഈ ഒരു കെമിസ്ട്രിയും ഫിസിക്സും ഒരു ദിവസം വന്നതുകൊണ്ട് തന്നെ നല്ല ടഫ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആർട്ട് എഡ്യൂക്കേഷന്റെ സ്ഥാനത്ത് ഫിസിക്സ് വന്നിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പഠിച്ചെഴുതാൻ പറ്റിയാനേ. പക്ഷെ കെമിസ്ട്രി പിന്നെ ഫിസിക്സ് അങ്ങനെ വരുമ്പോ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് കെമിസ്ട്രി ആയിരിക്കുമല്ലോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ നോക്കാറുള്ളത്. ഞാൻ ആദ്യം കെമിസ്ട്രി നോക്കാറുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഫിസിക്സ് നോക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് അങ്ങനെ നോക്കിയപ്പോ എനിക്ക് നല്ലതായിട്ട് പറ്റിയത് എനിക്ക് തോന്നുന്നു. പലർക്കും ഭയങ്കര സിമ്പിൾ ആയിരിക്കാം, എനിക്ക് പക്ഷെ ടഫ് ആയിരുന്നു കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ പോയിന്റ്സ് ഉണ്ടല്ലോ, എന്ന് വെച്ചാല് ടഫ് ആവാനുള്ള ഓരോ പോയിന്റ്സ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഫിസിക്സിന് B+ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആണെങ്കിൽ സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് എനിക്ക് നല്ല മാർക്ക് തന്നെയാണ്, എ ആണ് കേട്ടോ. എ ഗ്രേഡ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം സോഷ്യലും എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു മുൻപത്തിനേക്കാളും ഇത്തിരി ഇൻക്രീസ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. എന്റെ അനിയത്തി വന്നാണ് കേട്ടോ എന്റെ അടുക്ക്, അതുകൊണ്ടാണ് ഞാനൊന്ന് പോസ് ആക്കിയിട്ട്. അപ്പൊ പറഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ സയൻസിൽ എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. പക്ഷെ ഇതിനകം ട്രൈ ചെയ്യണം എന്നുണ്ട്. കാര്യം മുൻപത്തെ ടൈമിന് വരുമ്പോ ഇത്തിരി തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോ അതൊന്നും നോക്കണം. സോ അങ്ങനെയാണ്, എ ആണ്. പിന്നെ ആണെങ്കിൽ ബയോളജി ആണ് ലാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് എന്ന് പറയുന്നത്. ബയോളജിക്ക് എനിക്ക് ഉണ്ടായിരുന്ന ഗ്രേഡ് B ആണ് കേട്ടോ. ബയോളജി ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നി, പക്ഷെ മാർക്ക് വന്നപ്പോ ലോ ആയി പോയി. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു എക്സാമിന്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോ എന്റെ അഭിപ്രായത്തില് ഫിസിക്സും മാത്സും ഞാൻ അടുത്ത പ്രാവശ്യം എന്തായാലും നല്ലൊരു സ്കോർ തന്നെ മേടിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഹാർഡ് വർക്ക് ചെയ്ത് പോരാന്നാണ് അർത്ഥം. അപ്പൊ ഇതിനേക്കാൾ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. ഈ ഒരു ഹാർഡ് വർക്ക് പോരാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനത്തെ മാർക്ക് കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് നന്നായിട്ട് തന്നെ ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ പറയാ, എന്തായിട്ടുണ്ടെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എക്സാം ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതിന് മാക്സിമം ട്രൈ ചെയ്യുക. വിഷമിക്കേണ്ടേ ആവശ്യമില്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എന്താ പറയാ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഞാൻ തന്നെ ഫിസിക്സിനെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഞാൻ കരഞ്ഞ് എന്താ പറയാ ഫുള്ളൊരു പ്രശ്നമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് എന്ന് വെച്ചാല് ക്രിസ്മസ് എക്സാമും ഓൺ എക്സാമും ഇമ്പോർട്ടന്റ് എക്സാം അല്ല.